ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നടി ശ്രീഷ്മ ചന്ദ്രൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MS സുനിത, മായ ശിവദാസൻ, ആതിര ദേവരാജൻ, KP ജെയിംസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടെസി ഫ്രാൻസിസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK മുകുന്ദൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PB നിഷ, സംഘാടക സമിതി ജനറൽ കൺവീനർ M സുധീർ എന്നിവർ സംസാരിച്ചു. കലോത്സവം വ്യാഴാഴ്ച സമാപിക്കും. KK രാമചന്ദ്രൻ MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇത്രമാത്രമൊക്കെ തന്നെ ഇവിടെ ഈ ഒരു ഉപജില്ലാ കലോത്സവത്തിൻ്റെ തന്നെ ഞാൻ ടീച്ചർമാരോട് ചോദിച്ചപ്പോൾ ഏകദേശം 5000 കുട്ടികൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഇനി ജില്ലാതലത്തിലും അതിനുശേഷം തിരുവനന്തപുരത്ത് വെച്ച് നടക്കാൻ പോകുന്ന സംസ്ഥാനതല സ്കൂൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ യുവപ്രതിഭകളാണ്. സ്കൂൾ കലോത്സവത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം. ഞാൻ ആക്ടർ എന്നുള്ളത് മാറ്റി വയ്ക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എന്നുള്ളത് എനിക്ക് പ്രൗഡായിട്ടുള്ള കാര്യമാണെങ്കിലും, ഞാൻ ഡാൻസ് കളിക്കുന്നതാണെന്നുള്ള നിലയിലും അല്ലെങ്കിൽ ഞാൻ മോണാക്ട് ചെയ്തതിലൂടെയാണ് ഞാൻ കോളേജിൽ ചെല്ലുമ്പോൾ നാടകത്തിൽ ചെന്നുപെട്ടത്. അത് ത്രൂ ആണ് ഞാൻ സിനിമയിൽ ചെന്നുപെട്ടത്. ഡെഫിനറ്റ്ലി ഞാൻ കലോത്സവം വാർത്തെടുത്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ടതൊരു വലിയ മൊമെൻറ്റ് തന്നെയാണ്. അതാണ് രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തെ റീസൺ, എൻ്റെ ആദ്യത്തെ സിനിമ പൂമരം എന്ന് പറയുന്ന ഇബ്രിക് ഷൈൻ സംവിധാനം ചെയ്തിട്ടുള്ള കാളിദാസൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ.